നമസ്കാരം. കുഞ്ഞുങ്ങൾ പൂക്കളെ പോലെ ചിരിക്കേണ്ടവർ, പൂമ്പാറ്റകളെ പോലെ പാറി നടക്കേണ്ടവർ, കിളികളെ പോലെ മധുരമായി കൊഞ്ചേണ്ടവർ, എന്നിട്ടും കറുത്തു പോകുന്നു കുഞ്ഞു ബാല്യങ്ങൾ. മലയാളത്തിന്റെ പ്രിയ കവയിത്രി സുഗതകുമാരിയുടെ പട്ടുപാവാട എന്ന കവിതയ്ക്ക് ഒരു രംഗഭാഷ്യം. ആ പെണ്ണിനെ കൂടി പിടിച്ച് കയറ്റ്. നിന്നെയൊക്കെ വളരെ മുട്ടാ, ഈ നാട് മുഴുവൻ കാട്ടുപിടിക്കും. മാഡം, കോടതി ഉത്തരവുമായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഈ കുട്ടിയെ ഇവിടെ താമസിപ്പിക്കണം. ഇവളുടെ അമ്മ ഒരു കളവ് കേസിൽ ജയിലിലാണ്, പിന്നെ ബന്ധുക്കളൊക്കെ ഒളിവിലും. എന്താ കുട്ടിയുടെ പേര്? കാളി. എന്തിനാ മോള് കരയുന്നത്? ദാ നോക്ക്, നിനക്കവിടെ ഒരുപാട് കൂട്ടുകാരുണ്ട്. മക്കളെ, ഇവൾ കാളി. നിങ്ങൾക്ക് പുതിയൊരു കൂടപ്പിറപ്പ്. പോയി കുളിപ്പിച്ച് ഭക്ഷണമൊക്കെ കൊടുത്ത് പുതിയ ഉടുപ്പൊക്കെ ഇടിച്ച് നിങ്ങൾക്കൊപ്പം കൂട്ടിക്കോ. ദാരിദ്ര്യത്തിൽ പിറന്ന് ദാരിദ്ര്യം തിന്നു മരിക്കാൻ വിധിക്കപ്പെടുന്ന ഈ കുരുന്നുകളെ കാണാതെ തൊള്ളക്കേറി സോഷ്യലിസം പ്രസംഗിക്കുന്നവരെ ആർക്കാണ് സ്വാതന്ത്ര്യം? ആരുടേതാണ് സ്വാതന്ത്ര്യം? ആഹാ, ആരിത് കാളിയോ? ആകെ മാറി സുന്ദരി കുട്ടിയായല്ലോ. അല്ല, ഞാൻ കാളി അല്ല. ഹേമലത, ഹേമലത, നല്ല പേര്. വാ ഹേമലത, നമുക്ക് കളിക്കാം. എനിക്ക് ഒരുപാട് പാട്ടുകൾ தெரியும். ஆனா எல்லாமே தமிழ் பாட்டு. நான் ஒரு சிந்து காமெடி. என்ன பண்ணிட்டு இருக்குது ഹേമലത? ഈ പുസ്തകത്തിൽ നിറയെ കഥകളാ. പുസ്തകങ്ങൾ പഠിച്ചാൽ ലോകം നമുക്ക് മുന്നിൽ ഇങ്ങനെ തുറന്നു വരും. പിന്നെ സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ എല്ലാം നമ്മുടെ കൂട്ടുകാരാവും. ആണോ എനിക്ക് എടുത്തു വായന ഒന്നുമേ தெரியாதே. നിന്നെ ഞങ്ങളോടൊപ്പം സ്കൂളിലേക്ക് അയക്കാൻ ടീച്ചറമ്മയോട് പറയാം. ടീച്ചറമ്മ, ടീച്ചറമ്മ, ഞാൻ സ്കൂളിൽ പോയി നിറയെ പഠിച്ചു. ടീച്ചറമ്മ, എനിക്കൊരു ആശയുണ്ട്. சொல்லட்டுமா? எனக்கு ஒரு பட்டு பாவாடை வேணும். பட்டு பாவாடை இட்டு ഞാൻ മുറ്റ നേരെ ഓടി കളിക്കും. ഹലോ ഹലോ, இங்க யாருமே இல்லையா? നമസ്കാരം, ഞാൻ താൻ അഡ്വക്കേറ്റ് വേദാർജുല അയ്യര്. ഈ നിൽക്കുന്നത് ഇവിടെയുള്ള കാളി എന്ന് പറഞ്ഞ കുട്ടിയുടെ അമ്മ ആണ്ടാൾ. ജയിൽവാസം കഴിച്ച് പറഞ്ഞതാക്കും. അമ്മ വന്ന് കേട്ടാൽ കുളന്തയെ വിട്ടു കൊടുക്കണമെന്നുള്ളതാണ് കോർട്ട് ഓർഡർ. എന്നെ சொன்னாலும் കുളന്തയെ വിട്ടു കൊടുത്തുதான் ആകണം. അരുതേ, കൊണ്ടുപോകരുതേ. തെരുവിന്റെ ജനതയിലേക്ക് വലിച്ചെറിയാൻ ഇനിയും അനുവദിക്കണോ കുട്ടിയെ? നോക്ക്, അവൾ എത്ര സന്തോഷത്തോടു കൂടിയാണ് ഇവിടെ കഴിയുന്നത്. അവൾ പഠിക്കാൻ മിടുക്കിയാണ്. നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇവിടെ താമസിക്കാം. അവള് പഠിച്ചോട്ടെ. പഠിപ്പാവത് പോടാമാവത് അതൊന്നും നമുക്ക് ചെറിയാവാத. ആളെ വിടുങ്ക சாமி. ஏய் காளே, நாடி அங்க பண்ணிட்டு இருக்க? ஓடி வெளியே போலாம். இல்ல, ഞാൻ പോവില്ല. എനിക്ക് പേടിയാ തെരുവിൽ കിടക്കാൻ. എനിക്ക് കാളി ആവണ്ട. ടീച്ചറമ്മേ, എന്നെ വിടണ്ടാന്ന് പറഞ്ഞു ടീച്ചറമ്മേ. എന്നമ്മാ ഇത്? പുതിയ ഉടുപ്പ്, ചെറുപ്പ്, നാടി സഞ്ചിയില് പുസ്തകമാ? തൊലയിട്ടും പാടിങ്ക പോകலாம். പുസ്തകം എവിടൊക്കെ പഠിക്കണം, എവിടൊക്കെ പഠിക്കണം. ഹേമലത, ഞങ്ങളെ വിട്ട് പോവില്ലേ ഹേമലത? എവിടേക്കും പോവില്ലേ ഹേമലത? അല്ല, ഞാൻ ഹേമലത അല്ല.
കേൾപ്പിൻ വിശപ്പറിയാത്തവരെ, നിങ്ങൾക്കിതൊരു വെറും കാഴ്ച. തെരുവിന്റെ അഴുക്കു കൂമ്പാരങ്ങളിൽ ജീവിതം തീർന്നു പോകുന്ന ബാല്യങ്ങളെ കാണാത്ത ഭരണവർഗമേ, നീതിപീഠമേ, ഇനി എന്നാണ് ഇവർക്ക് സ്വാതന്ത്ര്യം ലഭിക്കുക?